ഈ ജോൺ മുണ്ടക്കയം പ്രമുഖ പത്രത്തിന്റെ അതായത് മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും എന്താണ് അന്ന് ഇത്രയും വലിയൊരു വാർത്ത കൊടുക്കാതിരുന്നത്? ഉമ്മൻചാണ്ടിക്കെതിരായി നടന്ന ആരോപണത്തിൽ നിന്ന് ഇടതുപക്ഷം കൈകഴുകി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതായത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ നടത്തേണ്ട പ്രക്ഷോഭ പരിപാടികൾ മാത്രമാണ് നടത്തിയത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ മറുപടി. യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊരു ലേഖനം പുറത്തിറക്കിയതിന് പിന്നിലുള്ള ലക്ഷ്യവും അതുതന്നെയാകണം. ഗണേഷ് കുമാറിൽ ഒതുങ്ങുന്നതാണോ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ഗൂഢാലോചന? ഇനിയും ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സോളാർ കേസും അതിൻ്റെ പിന്നിലെ തലയും ആരുടേതൊക്കെയാണ്? പരാതിക്കാരുടെ പിന്നിൽ ആരാണുള്ളത്? ഇതൊക്കെയും പുറത്തു വരേണ്ടതുണ്ട്. നമസ്കാരം. മഴ തുടങ്ങിയതുകൊണ്ടാകാം സോളാറിൻ്റെ ചൂട് അല്പം കുറഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു പുകൽ? ജോൺ മുണ്ടക്കയം ലേഖനം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഏറ്റവും വലിയ സമരം നടത്തിയതിൻ്റെയും നിർത്തിയതിൻ്റെയും അഴിയാ കഥകൾക്ക് വാലും തുമ്പും കിട്ടുന്നതിന് മുമ്പ് മഴ പെയ്തത് വലിയ ചതിയായിപ്പോയി. സമരം ഒത്തുതീർപ്പിലെത്തിയതിന് പിന്നിൽ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ. സ്വാഭാവികമായും നമുക്ക് ഇങ്ങനെയൊന്ന് സംശയിച്ചാലോ? ഈ ജോൺ മുണ്ടക്കയം പ്രമുഖ പത്രത്തിൻ്റെ അതായത് മനോരമയുടെ ബ്യൂറോ ചീഫ് ആയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിട്ടും എന്താണ് അന്ന് ഇത്രയും വലിയൊരു വാർത്ത കൊടുക്കാതിരുന്നത്? ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് തുടർഭരണത്തിലേക്ക് തന്നെ എത്തിയേനെ. എന്നിട്ടും അന്ന് അത് മറച്ചു വെച്ചു. ചാരക്കേസിൽ മുഖ്യമന്ത്രിയെയും ഒരു ശാസ്ത്രജ്ഞനെയും പുറത്തിരുത്താൻ കഴിയുമായിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഇത് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇങ്ങനെയൊരു വാർത്ത വന്നിരുന്നെങ്കിൽ അത് ഉണ്ടാക്കുമായിരുന്ന വലിയൊരു ഇമ്പാക്റ്റിനെ കുറിച്ച് അന്ന് എന്തേ ചിന്തിച്ചില്ല? എന്നിട്ടിപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടു വന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, വിധി വരാനും പോകുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ലേഖനം? ഇനി അതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നാലാൾ അറിയൂ എന്ന് കരുതിയാണോ? എങ്കിൽ തെറ്റി. അങ്ങനെ 10 പേർ സംസാരിക്കുന്നത് കൊണ്ട് ഇക്കാലത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇനി അതല്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതിന് വേണ്ടിയാണോ? കേസ് കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും ഏകദേശം ഒരു 10 പതിറ്റാണ്ടോളം ആയിട്ടും ഇത് ചർച്ചയാക്കാൻ എന്താണ് കാരണം? മലയാളം വാരികയിൽ ജോൺ മുണ്ടക്കയം എഴുതുന്ന ലേഖന പരമ്പരയുടെ ലക്ഷ്യം എന്താണ്? സമരം ഒഴിവാക്കുന്നതിൽ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. സോളാർ സമരം ന്യായമല്ലായിരുന്നു, അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നതെന്നും കൂടി ചാണ്ടി ഉമ്മൻ പറയുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായി നടന്ന ആരോപണത്തിൽ നിന്ന് ഇടതുപക്ഷം കൈകഴുകി രക്ഷപ്പെടുക മാത്രമാണ് ചെയ്തത്. അതായത് കോൺഗ്രസ് സ്വയം ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ നടത്തേണ്ട പ്രക്ഷോഭ പരിപാടികൾ മാത്രമാണ് നടത്തിയത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ മറുപടി. അപ്പോൾ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ വേട്ടയാടാൻ പദ്ധതിയിട്ട ഒരാൾ ഇപ്പോഴും മറവിൽ തന്നെയാണ്. എങ്ങനെ ഈ കേസ് ഉണ്ടായി? എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു? ഇതൊക്കെയും അറിയാൻ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട്. കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് ശ്രീധരൻ നായർക്ക് എന്താണ് ഇതിൽ പങ്ക് എന്നുള്ളതും ജനം അറിയേണ്ടതാണ്. തുടർന്ന് ആർക്കു വേണ്ടിയാണ് PC ജോർജ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കള്ളക്കഥകൾ പറഞ്ഞു നടന്നത്? സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ വേണ്ടി ജോൺ ബ്രിട്ടാസ് സമീപിച്ചു എന്നാണ് ജോൺ മുണ്ടക്കയം പറഞ്ഞിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിക്കുകയായിരുന്നു എന്നുമാണ് ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കിയത്. ഇത് ചെറിയാൻ ഫിലിപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അന്ന് ചെറിയാൻ ഫിലിപ്പ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല കൈരളി ചാനലുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ പരസ്പരം അറിയാവുന്ന ഒരാൾക്കെതിരെ എന്തിനാണ് ജോൺ മുണ്ടക്കയം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? ഇതിൽ ഒരു പ്രകോപനവും ഇല്ലേ എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകാം. കള്ളക്കഥ പടച്ചുവിടുമ്പോൾ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ ഇളകുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു പത്രക്കാരനല്ല ജോൺ മുണ്ടക്കയം. തെരഞ്ഞെടുപ്പിന് ഇനി വോട്ടെണ്ണൽ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യാതൊരു നേട്ടവും സമ്മാനിക്കില്ല. അപ്പോൾ പിന്നെ ഇതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. അതായത് ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹത്തെ കുടുക്കിയതാണ്. അങ്ങനെയെങ്കിൽ അതാര് എന്നറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു മകൻ എന്ന നിലയിൽ ചാണ്ടി ഉമ്മനുണ്ട്. അത് മാത്രമല്ല, ഒരു കാമ്പുമില്ലാത്ത സമരമായിരുന്നു നടത്തിയതെന്ന് പിണറായി വിജയന് അറിയാമായിരുന്നു എന്നുകൂടി പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ്. യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊരു ലേഖനം പുറത്തിറക്കിയതിന് പിന്നിലുള്ള ലക്ഷ്യവും അതാകണം. അത് മാത്രമല്ല, ഈ ലേഖനം പുറത്തു വന്ന സമയത്ത് തന്നെ PC ജോർജ് നടത്തിയ പ്രതികരണവും ഉമ്മൻചാണ്ടിയെ ബലിയാടാക്കുകയായിരുന്നു എന്നുള്ള സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
എന്ന് വെച്ചാൽ ബലിയാടാക്കുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം എന്തായാലും സാധിച്ചു എന്ന് തന്നെ കരുതാം. ഉമ്മൻചാണ്ടിയെ എന്നേക്കുമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഉമ്മൻചാണ്ടി CPM-ന് ഒരു ശത്രുവായിരുന്നു, അല്ല, എതിരാളി മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമായിരുന്നു ഇടതുപക്ഷവും. എന്നാൽ ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അത്തരം ചിന്തകളിലേക്കും ചർച്ചകളിലേക്കുമുള്ള വഴിമരുന്ന് മാത്രമാണ് ഇപ്പോൾ ജോൺ മുണ്ടക്കയം എന്ന മാധ്യമപ്രവർത്തകൻ ഉയർത്തുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നതിനുള്ള കാരണം അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ പലപ്പോഴായി ഖണ്ഡിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിലായി അങ്ങനെ ഒരു ചർച്ചയിൽ താൻ പങ്കാളിയല്ലെന്ന് NK പ്രേമചന്ദ്രനും കൂടി വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയിൽ താൻ പങ്കാളിയായിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതവുമാണ് എന്നാണ് പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, അത്തരത്തിലൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ ഇടതുമുന്നണി തന്നെ നിയോഗിച്ചിട്ടില്ലെന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടണമെന്നുള്ള ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കിയത് താനാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ സമരം അവസാനിപ്പിക്കുന്നതിൽ ഇടതുപക്ഷം മുൻകൈ എടുത്തിട്ടില്ല. സോളാർ വിഷയത്തിൽ 21 പേജുള്ള പരാതിക്കാരിയുടെ കത്തിൽ 4 പേജുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നതിന് നിർദ്ദേശം നൽകിയത് KB ഗണേഷ് കുമാറാണെന്ന് നമുക്കെല്ലാം അറിയാം. ആ പരാതിയിൽ കോടതിയിൽ 2 പേർക്കെതിരെ കേസും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം ഇനി വേണ്ടെന്ന നിലപാടിലാണ് മനോരമ. വരുംകാലത്ത് ഏറെ ചലനങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഒരു വിവാദത്തിനാണ് ജോൺ മുണ്ടക്കയം തിരികൊളുത്തിയിട്ടുള്ളത്. ഗണേഷ് കുമാറിൽ ഒതുങ്ങുന്നതാണോ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ഗൂഢാലോചന? ഇനിയും ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സോളാർ കേസും അതിന്റെ പിന്നിലെ തലയും ആരുടേതൊക്കെ? പരാതിക്കാരുടെ പിന്നിൽ ആരാണുള്ളത്? ഇതൊക്കെയും പുറത്തു വരേണ്ടതുണ്ട്. അതൊക്കെ ഇനിയും മറച്ചു വെക്കുന്നത് നിരപരാധിയായ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള നീതികേടാണ്.